ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ശാന്തിനഗർ റോഡ് ഉടൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി 8ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ശാന്തിനഗർ റോഡ് ഉടൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി 8ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബി.ജെ.പി ചെർളായി ഏരിയ പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി മണ്ഡലം പ്രസിഡന്റ് രഘുരാമപ്പൈ ജെ ഉദ്ഘാടനം ചെയ്തു. ശാന്തിനഗർ കോളനിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു, 10 വർഷത്തിലധികമായി ഈ റോഡിന് ഇത്തരത്തിലുള്ള ദുരവസ്ഥയാണ്. 2 കൗൺസിലർമാർ ഈ കാലയളവിൽ ഈ ശാന്തിനഗർ കോളനിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചു വന്നിട്ടുണ്ട്. ഈ ശാന്തിനഗർ കോളനിക്ക് മാത്രം തീരാശാപമായിക്കൊണ്ട് ഈ ജനങ്ങളെ ഒട്ടും തന്നെ വിലക്കെടുക്കാതെ ഇവിടെ താമസിക്കുന്ന ശാന്തിനഗർ കോളനിയിലെ നിവാസികളെ ഒട്ടും തന്നെ പരിഗണിക്കാത്ത രീതിയിൽ ഇവിടുത്തെ കൗൺസിലർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ, ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് കൗൺസിലർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ശാന്തിനഗർ കോളനിയിലെ നിവാസികൾ ഇത്തരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുരാജ്, റോഷൻ, ഭാരവാഹികളായ വി ശിവകുമാർ കമ്മത്ത്, എസ്.ആർ. ബിജു എന്നിവർ സംസാരിച്ചു. എസ്. സീതാറാം, വേണുഗോപാൽ പൈ, അഡ്വക്കേറ്റ് ശ്രീനി ചന്ദ്രൻ, ലിജി ഗോപിദാസ്, രഞ്ജിത്ത് ബാബു, ചേതൻ ഷ്രാഫ്, രാംനാഥ് ആചാർ, എൽ രവി, കെ ശശി, വിവേക് ബാലകൃഷ്ണൻ, മനീഷ് മൊമ്മയ്യ, മനു പ്രസാദ് എം മല്യ, വിജയകുമാർ കമ്മത്ത്, രവികുമാർ ബി പ്രഭു, വിമൽ കുമാർ, ജനാർദ്ദനൻ സ്വാമി, രാജീവ് എ പൈ, സവിത ബി പ്രഭു, എ വി രമേശ്, ശ്രീകുമാർ കെ, പുഷ്പ ഉമേഷ്, ജീവൻദാസ് പൈ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ കൂവപ്പാടം പരിസരത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോഡായിരുന്ന ഈ ശാന്തിനഗർ കോളനിയുടെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് അനവധി വർഷങ്ങളായി. പലതവണ ഇവിടുത്തെ ജനപ്രതിനിധികൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ താമസക്കാരും റെസിഡൻസിൻ്റെ ആൾക്കാരും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർ നാളിതുവരെയായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ശാന്തിനഗർ കോളനിയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുറകുവശമടക്കം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.